ഉള്ളവരെ നമ്മുടെ സ്കൂംസ് മെസ്സേജ് ബോക്സിൽ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുടെ വീടിൻ്റെ ലൊക്കേഷൻ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ടാവും. അപ്പോൾ സ്കൂൾ പെർമിഷൻ തന്നു കഴിഞ്ഞാലാണ് നിങ്ങൾക്കത് എൻ്റർ ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ ഓരോ കുട്ടിയും എങ്ങനെയാണ് നിങ്ങളുടെ ലൊക്കേഷൻ സ്കൂംസ് സോഫ്റ്റ്വെയറിൽ സേവ് ചെയ്യുന്നതെന്ന് ഡിസ്കസ് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഒരു വാട്സപ്പ് മെസ്സേജ് വന്നിട്ടുണ്ടാവും, നിങ്ങളുടെ സ്കൂംസ് മെസ്സേജ് ബോക്സിൻ്റെത്. ഇതേപോലത്തെ ഒരു ഐക്കണിൽ നിങ്ങളൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ലാസ്റ്റ് കാണുന്ന ഇതേപോലത്തെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. അതിൽ അടിയിലെ സ്കൂംസ് ബോക്സിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ സ്കൂളിൽ നിന്നുള്ള എല്ലാ വിവരങ്ങളും വരുന്ന മെസ്സേജ് ബോക്സ്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലുള്ള ആൾക്കാർ, ടീച്ചേഴ്സ് നിങ്ങൾക്ക് പെർമിഷൻ തന്നു കഴിഞ്ഞാൽ മേലെ കാണുന്ന ഒരു കണ്ടന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. യുവർ ഹോം ലൊക്കേഷൻ ഈസ് ടു ബി സേവ്ഡ് ഇൻ ദ സ്കൂം സോഫ്റ്റ്വെയർ. ഈ ഒരു സംഭവം നിങ്ങൾ കാണുന്നത് സ്കൂൾ നിങ്ങൾക്ക് ആ ഒരു പെർമിഷൻ തരുമ്പോൾ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ വേണം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ. ക്ലിക്ക് ചെയ്യുക ടു സേവ് യുവർ ഹോം ലൊക്കേഷൻ എന്ന് കാണുന്ന ആ ഒരു ലിങ്കിൽ ഒന്ന് ടച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അതിൽ ഇവിടെ കാണുന്നില്ല ഫിൽ ലൊക്കേഷൻ എന്നുള്ള ബട്ടൺ ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു മെസ്സേജ് ബോക്സ് നിങ്ങൾക്ക് ഒരു മെസ്സേജ് കിട്ടും, പിന്നെ നിങ്ങളുടെ ലൊക്കേഷൻ ഈ സോഫ്റ്റ്വെയർ ആവശ്യപ്പെടുകയാണ്, ഡു യു വാണ്ട് ടു എലാവ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ അവിടെ എലാവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ ആ ഒരു ലൊക്കേഷൻ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് കണ്ടന്റ് ഇങ്ങനെ വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അത് വരികയാണെങ്കിൽ അത് നിങ്ങൾ എലാവ് പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് വരുള്ളൂ. ഒരു മെസ്സേജ് ബോക്സ് അവിടെ വരും. ഇതിനു മുമ്പിട്ട് ഞാൻ പെർമിഷൻ കൊടുത്തത് കൊണ്ടാണ് ഇത് ഇവിടെ ചോദിക്കാതിരുന്നത്. അതിനുശേഷം നിങ്ങൾ അവിടെ താഴെ സേവ് ലൊക്കേഷൻ എന്നുള്ളൊരു ബട്ടൺ ഒന്ന് ടച്ച് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ യുവർ ലൊക്കേഷൻ ഈസ് സേവ്ഡ് എന്നാണ്. അപ്പോൾ നിങ്ങളെ വീടിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് കറക്റ്റ് അവിടെ സേവ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇത്രയും നിങ്ങൾ ചെയ്താൽ മതിയാവും. ഓക്കെ ആണല്ലോ. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങളെ വീട്ടിൽ നിന്ന് കൊണ്ട് തന്നെ ചെയ്യണം. നിങ്ങൾ എവിടെയാണോ നിങ്ങളെ വീട്, വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യുക. അവിടെ നെറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.